ഇപ്പോൾ നിയമസഭയിൽ ബാർക്കോഴ വിഷയത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. നടത്താൻ തയ്യാറുണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. അതാണ് കൃത്യമാണ്. ഒരു സംശയത്തിനിട വേണ്ട, ഒരു സംശയത്തിനിട വേണ്ട, കൃത്യമാണ്. സർ, ഇവിടെ ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. സർ, ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപത്തിൻ്റെ മേലെയല്ല, ബഹുമാന്യനായ എക്സൈസ് വകുപ്പ് മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം പിരിക്കുന്നുവെന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത് ഗൗരവമായി എടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ ഭാഗമായുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കും. കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള തടസ്സവും ആ അന്വേഷണത്തിനുണ്ടാവില്ല. അത് തടസ്സപ്പെടുത്തലാണോ ഉദ്ദേശം? അത് കണ്ടെത്തട്ടെ. ആ കണ്ടെത്തിയതിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. ഇത് പ്രതി തന്നെ വാദിയായിട്ട് ആരോപണ വിധേയനായ എക്സൈസ് മന്ത്രി അതിന്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ആരോപണ വിധേയനായത്. ആ വകുപ്പിന്റെ ചുമതല വഹിക്കുന്നതുകൊണ്ടാണ് ആരോപണ വിധേയനായത്. ആരോപണ വിധേയനായ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ കൊടുത്ത പരാതിയിൽ, പ്രതിയാകേണ്ട ആൾ വാദിയായി കൊടുത്ത പരാതിയിൽ അങ്ങയുടെ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പറഞ്ഞു അതെന്താ അന്വേഷിക്കുന്നതെന്ന്. ഇത് നിഷേധിച്ചുകൊണ്ടാണ്. ആരെങ്കിലും നിഷേധിക്കാതിരിക്കുമോ ഇത്? അതുകൊണ്ട് അന്ന് പറഞ്ഞ ഈ അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അന്ന് PC ആക്ടിന്റെ വകുപ്പനുസരിച്ച് കേസെടുത്തേ മതിയാവൂ. അത് ഞങ്ങൾ നിരന്തരമായ നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായ സമരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം കടക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയില്ല. കൊള്ള നടത്തിയാൽ ആ കൊള്ള നടത്തിയവരാരെല്ലാമാണ് എന്ന് പുറത്തു വന്നേ മതിയാവൂ. അതിന്റെ ശക്തമായ നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. കോളിംഗ് അറ്റൻഷൻ ശ്രീ TP രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ TP രാമകൃഷ്ണൻ. സർ, കേരളത്തിലെ റോഡുകളുടെ വികസനം നമ്മുടെ നാടിനും ജനങ്ങൾക്കും ആകെ അഭിമാനാർഹമായ നിലയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. സർ, കുടിവെള്ള വിതരണത്തിലും പ്രശംസനീയമായ നിലയാണ് സർക്കാർ കൈവരിച്ചിരിക്കുന്നത്. ഇവിടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി അമൃത്, ജലനിധി, സിറ്റി ഗ്യാസ്, നെറ്റ്വർക്ക് കേബിൾ, ഡ്രെയിനേജ് ഈ മേഖലകളിലെല്ലാമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി നിരവധി റോഡുകളുടെ നില ഇന്ന് പരിതാപകരമായ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രതി സ്ഥാനത്ത് ആരോപണം ഉന്നയിക്കപ്പെട്ട ആൾ തന്നെ വാദിസ്ഥാനത്ത് നിന്ന് കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണം ഏത് രീതിയിൽ നിന്ന് തിരിച്ചറിയണം എന്ന ആവശ്യവുമായി പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുന്നു. സ്പീക്കറുടെ ഡയസിനു മുന്നിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ ബോർഡുകൾ ഉയർത്തുന്നു. നിയമസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.